السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയ ആണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അംബിയയിലെ 34-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള ഒരു മനുഷ്യനും ഭൂമിയിൽ ശാശ്വതമായി നിലനിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയും അവർ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് ആ ആയത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാഹ് ഈസാ നബിയുടെ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് ഈസാ നബിയുടെ വരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. كل نفس ذائقة الموت. كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة ونبلوكم بالشر والخير فتنة وإلينا ترجعون. كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. അപ്പോൾ ഇതിൽ വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക, നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു മിൻ ഖബ്ലിക, ലിബശരിൻ മിൻ, അവിടെ തൻവീന് മീമിലേക്ക് ഇദ്ഗാം ബിഗുന്ന, ലിബശരിൻ മിൻ ഖബ്ലിക ബാഅന് സുകൂനാണ് ഹുറൂഫുൽ ഖൽഖല. മിൻ ഖബ്ലികൽ ഖുൽദ്, നിർത്താണെങ്കിൽ ഖുൽദ്, നിർത്താതെ ഒന്നാണെങ്കിൽ മിൻ ഖബ്ലികൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. അഫഇൻ മിത്ത നമ്മൾ കഴിഞ്ഞ് വിശദീകരിച്ചിരുന്നു. പിന്നെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, അവിടെ നിർത്തലാണ് കുറച്ചുകൂടി നല്ലത്. മൗത്ത് എന്നുള്ള ഉച്ചാരണമാണ് വരേണ്ടത്. മൗത്ത് എന്നല്ല, ത സുക്കൂനായ ത മബ്സൂത്ത, അതായത് നീളത്തിലുള്ള ത, അതിൻ്റെ പിന്നെ വഖഫ് ചെയ്യുമ്പോൾ എന്നുള്ള ഉച്ചാരണമാണ് വരേണ്ടത്. അതേ സമയത്ത് ത മർബൂത്തയാണെങ്കിലോ, ഇതാണ് ത മബ്സൂത്ത എന്നർ, ത മബ്സൂത്ത നീളത്തില്ല, ഇതുണ്ട്. ഇതിൻ്റെ ഉച്ചാരണം ഏതാ വരേണ്ടത്? ഹ എന്നുള്ള ഉച്ചാരണമാണ്. ഹ, ഷജറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേസമയത്ത് ഇതാണെങ്കിൽ എന്നുള്ള ഉച്ചാരണമാണ്. അഫലാ യൻദുറൂന ഇലാ ഇബ്ലി കൈഫ
ഖുലിഖത് എന്നുള്ള ഉച്ചാരണം. അപ്പോൾ ഇവിടെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മൗത്ത് അവിടെ നിർത്തലാണ് കുറച്ചുകൂടി നല്ലത്. മൗത്ത് നിർത്താതെ തോതാണെങ്കിൽ അൽ മൗത്ത് എന്നുള്ള. പിന്നെ വനബുലുവക്കും എന്നില്ല അവിടെ, വനബുലൂക്കും എന്നാണുള്ളത്. വാവ് ചിലപ്പോൾ വനബുലുവക്കും വേറെ സ്ഥലത്തുണ്ട് ഖുർആനിൽ, ഇവിടെ വനബുലൂക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ വാവിന് ഫത്തഹില്ല, ശ്രദ്ധിക്കുക. വനബുലുവക്കും എന്ന് ഓതരുത്. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. അവിടെ കണ്ടില്ല നേരത്തെ പറഞ്ഞ താ എങ്ങനെ ബല എബുലു എന്നാണ്, വ്യത്യാസമൊന്നുമില്ല പറയാം ഇൻഷാ അല്ലാഹ്. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈർ, ഇവിടെ കണ്ടോ ഫിത്ന, അവിടെ ഇതാ മർബൂത്താണ്. അവിടെ ഫിത്നത്ത് എന്ന് പറയാൻ പാടില്ല, ഫിത്ന. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. പിന്നെ വഇലൈന തുർജഊൻ. അപ്പോൾ പിന്നെ വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നിനക്ക് മുമ്പ് ഒരാളെയും നാം ശാശ്വതനായി അവശേഷിപ്പിച്ചിട്ടില്ല, ശാശ്വതനാക്കിയിട്ടില്ല. ആർക്കും നാം ഖുൽദ് നൽകിയിട്ടില്ല. അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ, നബിയെ നിങ്ങൾ മരിക്കുകയും അവർ ശാശ്വതന്മാരായിരിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്നീട് അവിടെയുള്ള വിഷയം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ഖാദിയാനികൾ മുജാഹിദികളെ നല്ലോണം ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാസർഗോഡ് അതുപോലെ കണ്ണൂരൊക്കെ ഉള്ള നമ്മുടെ വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്ത് പിന്നെ അവർ പണി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടുണ്ട്, മസീഹുദ് ദജ്ജാൽ വന്നിട്ടുണ്ട്. മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ മഹദി ഇമാം ഇവിടെ ഉണ്ട്, മംഗലാപുരത്തുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം, ബൈഅത്ത് ചെയ്യണം. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഫോണിലൊന്നുമില്ല, നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യണം, സന്ദർശിക്കണം. അപ്പോൾ നമ്മളെ ആളുകൾ ഒന്നെന്ന് വെച്ചാൽ വിഷയം അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ വിഷയം നമ്മൾ ശരിക്കൊന്ന് പഠിക്കണം. അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ മരണവുമായി കൊണ്ട് ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ ചില സംഗതികൾ, അതാണ് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കണം ഇൻഷാ അല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാർ. ആരൊക്കെയാണ്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ, ഈസ, മുഹമ്മദ്. ഈ 5 ആളുകളെയും ഒന്നിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സൂറത്തുൽ അഹ്സാബിലെ 7-ാമത്തെ ആയത്തിലാണ്. എന്നാണ് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ. സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ അധ്യായം, സൂറത്തുൽ അഹ്സാബിലെ 7-ാമത്തെ ആയത്ത്. وإذ أخذنا من النبيين ميثاقهم ومنك ومن نوح وإبراهيم وموسى وعيسى بن مريم وأخذنا منهم ميثاقا غليظا. وإذ أخذنا من النبيين ميثاقهم, എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ വമിൻക, നിന്നിൽ നിന്നും അഥവാ നബിയിൽ നിന്നും, വമിൻ നൂഹിൽ നിന്നും, ഇബ്രാഹിം വമൂസ വഈസ ബിൻ മറിയം വഅഖദ്ന മിൻഹും മീസാഖൻ ഖലീല. ഈ 5 ആളുകളിൽ നിന്ന് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള മീസാഖൻ ഖലീലയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത ചില പ്രത്യേകതകൾ ഈ 5 പ്രവാചകന്മാർക്ക് ഉണ്ട്. പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ച് 2 പേരുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഒന്ന് ഈസ ബിൻ മറിയം. വിശുദ്ധ ഖുർആനിൽ ഇബിൻ കൂട്ടിപ്പറഞ്ഞ ഒരേ ഒരു വ്യക്തി ആര് മാത്രമേ ഉള്ളൂ? ഈസാ നബി മാത്രമേ ഉള്ളൂ. കാരണം എന്താ? വാപ്പല്ലാത്തതുകൊണ്ട്. ഉദ്ഉഹും ലി ആബാഇഹിം എന്ന് ഖുർആനിലുണ്ട്, സൂറത്തുൽ അഹ്സാബിൽ തന്നെ. നിങ്ങൾ പിതാക്കന്മാരിലേക്ക് ചേർത്തിട്ടാണ് മക്കളെ വിളിക്കേണ്ടത്. അപ്പോൾ ഈസ ഇബ്നു മറിയം എന്ന് അല്ലാഹ് പറഞ്ഞതോട് എന്ത് മനസ്സിലായി?
ഈസാ നബിക്ക് പിതാവില്ല. പിതാവുണ്ടെങ്കിൽ പിതാവിലേക്ക് ചേർത്ത് പറയാം. ഖാദിയാനികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈസാ നബിക്ക് പിതാവുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാട്ടോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജൂതന്മാരുടെ വാദമാണത്. അതുപോലെ തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ വാദം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിതാവുണ്ട് എന്നുള്ള വാദക്കാരനാണ്. നഊദു ബില്ലാഹ്. അല്ല, അതായത് നഊദു ബില്ലാഹ് ഈസാ നബി അലൈഹി ജൂതന്മാർ പറഞ്ഞത് വെച്ചാൽ മറിയം റളിയല്ലാഹു അൻഹ നഊദു ബില്ലാഹ് അവർ വ്യഭിചാര പുത്രനാണെന്നുള്ളത്. അതുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത്. ഇവർ പറഞ്ഞ വിചാരത്തിലൂടെയല്ല, പിതാവുണ്ട്, പിന്നെ അറിയപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞ വാദം. നഊദു രണ്ടും പിന്നെ തന്നെ. മസീഹ എന്നും പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് 11 സ്ഥലങ്ങൾ കാണാം. മസീഹ എന്ന് പറഞ്ഞാൽ ദജ്ജാലിനെ പറ്റി മസീഹ് എന്ന് പറയും. ഇത് സാധാരണ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഖുറാനിൽ മസീഹ് എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണ്? ഈസാ നബിനെ പറ്റിയാണ്. നമ്മൾ ഹദീസിൽ മസീഹ് ദജ്ജാൽ എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ അത് ഈസാ നബിനെ ദജ്ജാലാക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയ ഹദീസാണ് ഇത് മസീഹ് ദജ്ജാലിൻ്റെ ഹദീസ് എന്നാണ് സാധാരണ പറയാറ്. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുക. ശരി തന്നെയാണല്ലോ. കാരണം ഖുറാനിൽ മസീഹ് എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണ്? ഈസാ നബിനെ പറ്റിയാണ്. അപ്പോൾ പിന്നെ ഹദീസിൽ മസീഹ് ദജ്ജാൽ എന്ന് പറയുമ്പോൾ ദജ്ജാലായ മസീഹ് എന്ന് പറയുമ്പോൾ ഈസാ നബിനെ ദജ്ജാലാക്കാൻ വേണ്ടിയിട്ട് ജൂതന്മാരുണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ മസീഹു ദജ്ജാലിനെ പറ്റി പറഞ്ഞ ആ പ്രയോഗവും ഈസബിനും മറിയമിനെ പറ്റി പറഞ്ഞ മസീഹും തന്നെ വ്യത്യാസമുണ്ട്. അറബി ഗ്രാമർ പ്രകാരം തന്നെ വ്യത്യാസമുണ്ട്. ഒന്ന് ബദൽ എന്ന് പറയും, മറ്റത് പിന്നെ ഇതാണ് എന്താ പറയുക, സിഫത്താണ്. അൽ മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞാൽ സിഫത്താണ്, മറ്റേ ബദലാണ്. ഗ്രാമർ എനിക്ക് പോണില്ല, രണ്ട് വ്യത്യാസമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 അർത്ഥത്തിലാണ് മസീഹ് എന്നുള്ളത് പ്രയോഗിച്ചിട്ട് ഖുറാനിൽ. ഒന്ന്, ഭൂമിയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യും, പിന്നെ സഞ്ചരിക്കും. അതുപോലെ തന്നെ പിന്നെ ഈസാ നബിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം ആരെങ്കിലും തടവിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉബരിഹുൽ അക്മഹു അൽ അബ്റസബി ഇതില്ല എന്നറിയല്ലോ. വെള്ളപ്പാണ്ടും കുഷ്ഠരോഗമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ ശരീരത്തിൽ തടവിക്കഴിഞ്ഞാൽ, മസഹ എന്ന് പറഞ്ഞാൽ തടവി നടത്തും, മംസഹ റൂസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മസീഹ് എന്ന് പറഞ്ഞാൽ തടവിയാൽ രോഗം മാറുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് ആ പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കെലിമത്തുള്ള എന്ന് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കെലിമത്ത്, അതൊരു വിശേഷണമായിട്ട് വന്നതാണ്, പേരായിട്ട് വന്നതല്ല. കെലിമത്ത് എന്നുള്ളത് പിന്നെ അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടാക്കുന്ന ഒരു പിതാവിൽ നിന്നല്ല, അല്ലെങ്കിൽ മാതാവും പിതാവും തമ്മിൽ ബന്ധപ്പെട്ടുണ്ടായതല്ല. അള്ളാഹുവിൻ്റെ കുൻ എന്നുള്ള കെലിമത്ത് അൽഖാഹ ഇല പിന്നെ വൈന്നമൽ മസീഹ് ഇബ്നു മറിയം റസൂലുള്ളാഹി വ കെലിമത്ത് എന്ന് പറഞ്ഞാൽ കുൻ എന്ന കെലിമത്താണ്. ഉണ്ടാകട്ടെ എന്നുള്ള പറഞ്ഞു, മറിയം ബിവിക്ക് എന്തായി, ഗർഭമുണ്ടായി. അതുപോലെ തന്നെ റൂഹുള്ള എന്ന് ഈസാ നബിക്ക് ഒരു പിന്നെ വിശേഷനുണ്ട്, റൂഹുള്ള, അള്ളാഹുവിൻ്റെ റൂഹ്, വൽഖാഹ ഇല മറിയം റൂഹം മിൻഹു എന്നുള്ള കാണാം. അപ്പം ഇതൊക്കെ പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചില വിശേഷണങ്ങളും പേരുകളുമായിക്കൊണ്ട് ഖുറാനിൽ പറയപ്പെട്ട സംഗതിയാണ്. പിന്നെ പിതാവില്ലാതെ ജനിച്ചു. അതുപോലെ തന്നെ ബനു ഇസ്രായേൽപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ്. സ്വർഗത്തിൽ തൊട്ടിൽ വെച്ചുകൊണ്ട് സംസാരിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ മറിയം ബീവിയുമായി ബന്ധപ്പെട്ട ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ജൂതന്മാർ വധിക്കാൻ വേണ്ടി തുനിഞ്ഞിരുന്നു. ഈസാ നബിനെ മാത്രമല്ല, ഒരുപാട് പ്രവാചകന്മാരെ വധിച്ച കൊന്ന പാരമ്പര്യമാണ് ആർക്കുള്ളത്? ജൂതന്മാർക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊല്ലാൻ അവർ പരിശ്രമിച്ചിരുന്നു. 2-3 തവണ പരിശ്രമിച്ചു. ഒന്ന് ഖൈബറിൽ വെച്ചുകൊണ്ട്, രണ്ടാമത് സിഹിർ ചെയ്തിട്ട്. എന്തിനാണ് ലബീദുനാസം സിഹിർ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്രവാചകനാണെങ്കിൽ ആ സിഹിർ ബാത്തിലാവും, കള്ളപ്രവാചകനാണെങ്കിൽ സിഹിറിലൂടെ മരിക്കും. അത് റസൂലുള്ളാഹിനെ കൊല്ലാൻ തന്നെയാണ്. അവരുടെ വാദപ്രകാരം എന്താണ്? കള്ളപ്രവാചകനാണല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ വധിക്കാൻ തന്നെയാണ് അവർ ലബീദുബ്നു ആസം എന്ത് ചെയ്തിട്ടുള്ളത്? സിഹിർ ചെയ്തത്. അതുകൊണ്ടാണ് ആ സിഹിർ ബാത്തിലായി റസൂൽ രക്ഷപ്പെട്ടത് കൊണ്ട് നബി എന്തായി? നബി എന്നുള്ള തെളിവാണ്, മനസ്സിലല്ലേ? അതുകൊണ്ടാണ് നുബുവത്തിൻ്റെ അലാമത്ത് നുബുവത്താണ്. റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു, പക്ഷെ രക്ഷപ്പെട്ടു, മരിച്ചില്ല. അപ്പം അതിന് എന്ത് തെളിവാണ്? നബിയാന്നുള്ളതിൻ്റെ
തെളിവായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇമാം ബൈഹഖി ഹദീസ് ദലായിലുൻ നുബുവല കൊണ്ടുവന്നിട്ടുള്ളത്. നബി പ്രവാചകത്വത്തിൻ്റെ തെളിവായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ചില ജാഹിലിങ്ങളത് അത് ഖുർആൻ്റെ എതിരെ അത് തള്ളിക്കളയാണ്. നബിയാന്നുള്ളതിന് തെളിവാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇൽമുള്ളവര് ജഹലുള്ളവര് പിന്നെ അത് അവർക്ക് ഖുർആൻ തിരിഞ്ഞില്ല, ഹദീസും തിരിഞ്ഞില്ല. മനസ്സിലല്ല, അത് വേറെ വിഷയം. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കൊല്ലാൻ വേണ്ടി ജൂതന്മാർ പരിശ്രമിച്ചു. ഒമക്കറു ഒമക്കറല്ലാഹു അല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അങ്ങനെ അള്ളാഹ് പറഞ്ഞ സംഗതി എന്ന് വെച്ചാൽ അവർ കൊല്ലാൻ വേണ്ടി ഈസാ നബി ചട്ടം കെട്ടി, ഈസാ നബിയുടെ സദസ്സിൽ വരികയും കൊല്ലാൻ വേണ്ടി ചട്ടം കെട്ടുകയും ചെയ്തു. പക്ഷേ അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി സാധിച്ചില്ല. ഒമാ ഖതലൂഹു ഒമാ സ്വലബൂഹു. ഈസാ നബിയെ അവർ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. ഈസാ നബിയെ അവർ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. വലാക്കിൻ ശുബ്ബിഹ ലഹും, എന്നാൽ അവർക്ക് സാദൃശ്യമാക്കപ്പെട്ടു. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലൊരു മനുഷ്യൻ അള്ളാഹു ചെയ്ത് രൂപസാദൃശ്യം കൊടുക്കുകയും അയാൾ അവർ തൂക്കിലേറ്റുകയും ക്രൂശിക്കുകയും ചെയ്തു. ഈസാ നബിനെ അള്ളാഹു എന്ത് ചെയ്തു? ഉയർത്തുകയാണ്, അള്ളാഹുലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു. അതിൻ്റെ വിഷയത്തിൽ ഇഖ്തിലാഫിലായവർ സംശയത്തിൽ തന്നെയാണ്. മാ ലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് വിഷയത്തിൽ യാതൊരു വിജ്ഞാനവുമില്ല. ഇല്ലത്തിബാ അദ്ദന്ന്, അവർ ദന്നിനെ മാത്രമാണ് പിന്തുടർന്നത്. വമാ ഖതലൂഹു യഖീന, ഉറപ്പായിട്ടും ഈസാ നബി അവർ എന്ത് ചെയ്തിട്ടില്ല? കൊന്നിട്ടില്ല. ഒരു സംശയം വേണ്ട, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അവർ കൊന്നിട്ടില്ല. പിന്നെ എന്താ ഉണ്ടായത് ചോദിച്ചാൽ, ഈസാ നബിയുടെ അതേപോലുള്ളൊരു മനുഷ്യനെ അവരിൽ നിന്നിട്ട് ഈസാ നബിയെ കൊല്ലാൻ വന്നൊരു മനുഷ്യനെ എന്ത് ചെയ്ത് അള്ളാഹ് രൂപമാണ് മാറ്റി കൊടുത്തു. അയാൾ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഈസാ നബിയെ എന്ന് പറഞ്ഞിട്ട് അവർ ക്രൂശിച്ച് കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, അപ്പോൾ ഈസാ നബിനെ അള്ളാഹ് ഉയർത്തുകയാണ്. ഖാദിയാനികൾ നമ്മൾ വേർതിരിയുന്ന സംഗതി എവിടെയെന്ന് വെച്ചാൽ, അവർ പറഞ്ഞത് ഈസാ വമാ ഖതലൂ വമാ സലബൂ, അവർ ഈസാ നബിനെ കൊന്നിട്ടില്ല, വമാ സലബൂ എന്ന് പറഞ്ഞാൽ ക്രൂശിച്ച് കൊന്നിട്ടില്ല എന്ന് അവർ പറയും. വമാ ഖതലൂഹു വമാ സലബൂ എന്ന് പറഞ്ഞാൽ ഈസാ നബിനെ അവർ കൊന്നിട്ടുമില്ല, വമാ സലബൂ എന്ന് പറഞ്ഞാൽ ക്രൂശിച്ച് കൊന്നിട്ടുമില്ല. പിന്നെ എങ്ങനെ ഒന്ന്? അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർക്ക് കൊല്ലാൻ സാധിച്ചില്ല, പിന്നെ ഈസാ നബി സ്വാഭാവികമായ മരണം നടത്തി എന്ന് പറഞ്ഞാൽ അവർ കൊന്നിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ളൂ, അത് ക്രൂശിച്ച് കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഒമാ ഖതലൂഹു ഒമാ സലബൂ എന്ന് പറഞ്ഞാൽ കൊന്നിട്ടില്ല, ക്രൂശിച്ച് കൊന്നിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യം. എന്തായാലും കൊന്നിട്ടില്ല പറഞ്ഞാൽ പോരെ, മനസ്സിലായില്ല? അപ്പോൾ ആവർത്തനം വിശുദ്ധ ഖുർആൻ വെറുതെ പറയില്ല. അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ക്രൂശിച്ച് കൊന്നിട്ടില്ല, അല്ലാതെ ഈസാ നബി എന്ത് ചെയ്തു? മരിച്ചുപോയി. പക്ഷെ അള്ളാഹ് പറഞ്ഞതെന്ന് വെച്ചാൽ ക്രൂശിച്ച് കൊന്നിട്ടില്ല, അല്ലാതെയും കൊന്നിട്ടില്ല. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തെ അവങ്കിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ ഖാദിയാനികൾ സാധാരണ പറയുന്നൊരു ഒരു തട്ടിപ്പുണ്ട്. അതായത് റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നർത്ഥം. റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നർത്ഥം. അപ്പോൾ ഖുർആനിൽ കാണാൻ ഇദ്രീസ് നബിനെ പറ്റി വറഫഅനാഹു മക്കാനൻ അലിയ എന്നുണ്ട്. വറഫഅനാഹു മക്കാനൻ അലിയ. അപ്പോൾ ഇദ്രീസ് നബിയെ നാം എന്ത് ചെയ്തു? ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയോ ഈസാ നബിന് മാത്രമല്ല ഇദ്രീസ് നബിനെ ആകാശത്തേക്ക് ഉയർത്തി എന്ന് പറയോ? ഇവിടെ ശരിക്കും മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ ഖുർആന് ഈ ബിദ്അത്തിൻ്റെയും അതുപോലെ തന്നെ പിഴച്ച ആളുകളൊക്കെ ഖുർആനിന് തെളിവെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ചാൽ ആ ആയത്തെ നമ്മൾ ശരിക്കും പഠിച്ചാൽ തന്നെ അതിന് മറുപടി ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പുറം തന്നെ മറുപടി ഉണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉയർത്തിയതുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ സ്ഥലത്തും റഫഅ ഇല എന്ന് പറഞ്ഞ്. എന്താ പറഞ്ഞ്? റഫഅ ഇല, റഫഅനാഹു ഇല, റഫഅ അല്ലാഹു ഇലൈഹി. അതുപോലെ തന്നെ വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ. കേട്ടോ, റഫഅ ഇല എന്ന് പറഞ്ഞാൽ അവിടെ പ്രയോഗം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. റഫഅ ഇല. പണ്ട് ഈ കൊച്ചി മുഖാമുഖമല്ല, അതിന് കുറച്ച് മുമ്പൊരു മുഖാമുഖം കൊച്ചി നടന്നിരുന്നു. അന്നേരം ഖാദിയാനി ചോദിക്കാൻ വന്നേന്, നമുക്ക് ആർക്കും ഓർമ്മ ഉണ്ടാകുന്നില്ല, അതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ ആയത്തെ ഓതി
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ മറുപടി അറിഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടുണ്ട്, പിന്നെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയെന്ന് അള്ളാഹ് പറയാണ്, പിന്നെ നിങ്ങളെങ്ങനെ മരിച്ചവർ? അപ്പോൾ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റഫഅനാഹു മക്കാന അലിയ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവിടെ ഇല്ലുണ്ടോ? ഞങ്ങളെ ഖുർആനിലൊന്നും ഇല്ല. ഞങ്ങളെ ഖുർആനിലുണ്ടോ എനിക്കറിയില്ല. അവനും ഇവരൊന്നും ഉണ്ടാവില്ല. അവർ പക്ഷേ അറിയാത്തതുകൊണ്ടായിരിക്കാം, ഒന്നും അറിയില്ല ആളുകൾക്ക്. അപ്പോൾ ഇവിടെ എപ്പോഴും ഖാദിയാനികളോട് ചോദിക്കേണ്ടത് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ കുറച്ച് നമ്മളത് പ്രത്യേകിച്ചും മുജാഹിദുകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അപ്പോൾ കൊടിയത്തൂരിലൊക്കെ ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് പുതുതായി കേൾക്കുന്ന നമ്മളെ കുട്ടികൾക്ക് ഈ ഖാദിയാനി ഇതൊന്നും അറിയില്ലല്ലോ. ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ ദജ്ജാൽ വന്നോ നോക്കുക, ദജ്ജാൽ പിന്നെ അമേരിക്കൻ പ്രസിഡൻ്റാണല്ലോ ദജ്ജാൽ, ഈസാനബി വന്നിട്ടുണ്ട്, ഈസാനബിനെ നമ്മൾ പോകണ്ടേ, മഹദി ഇമാമിൻ്റെ അടുത്തേക്ക് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഓർക്ക് മഹദി അറിയില്ല, ഈസ അറിയില്ല, ആകുന്നവരും ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കി, ഇവിടെ റഫഅ ഇല എന്ന് പറഞ്ഞാൽ ശരീരത്തോട് ഉയർത്തിയെന്നർത്ഥം, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വർഫഅനി വജുബ്രിനി, അപ്പോൾ സാധാരണ ഖാദിയാനികൾ പറഞ്ഞ വേറെ പ്രാർത്ഥനയാണ്, വർഫഅനി വജുബ്രിനി എന്നൊക്കെ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കണ്ടല്ലോ. അപ്പം നീ ഇന്ന ആകാശത്തേക്ക് പൊന്തിക്കണേന്നാണോ? അവിടെ ഇല്ല. വർഫഅനി എന്നുള്ളൂ, എന്നെ ഉയർത്തണമേ എന്നുള്ളൂ. ഇലയിക്കാന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈസാ നബിനെ പറ്റി പറഞ്ഞു കൊടുത്തൊക്കെ എന്തുണ്ടാവും? റഫഅ ഇല എന്നുണ്ടാവും. അതേസമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇദ്രീസ് നബിനെ പറ്റി പറഞ്ഞു കൊടുത്തൊക്കെ എന്താ ഉള്ളത്? പിന്നെ ഇല എന്നുണ്ടാവും. അവിടെ എന്ത് മനസ്സിലാക്കണം? അത് ശരീരത്തോടു കൂടി തന്നെ ഉയർത്തി എന്നതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ മാത്രമല്ല അവർ പറയുന്നത് വെച്ചാൽ ഈസാ നബി അങ്ങനെ ഉണ്ടെങ്കിലും ഈസാ നബിൻ്റെ ആത്മാവിനെ ഉയർത്തി എന്നതിൻ്റെ അർത്ഥം. ഈസാ നബിൻ്റെ മരിച്ചതിന് ശേഷം ഈസാ നബിൻ്റെ ആത്മാവിനെ ഉയർത്തി. അപ്പോൾ അതിലെന്ത് ഈസാ നബി നമ്മൾ എന്താ പ്രത്യേകത ഉള്ളത്? എല്ലാവരും ആത്മാവ് ഉയർത്തണില്ലേ? ഈസാ നബിൻ്റെ മാത്രമല്ലല്ലോ, എല്ലാവരും ആത്മാവ് ഉയർത്തണം. മാത്രമല്ല ഒമാ ഖതലൂഹു ഒമാ സലബൂഹു എന്ന് പറഞ്ഞ, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല. അപ്പോൾ ഹു എന്ന് പറഞ്ഞാൽ ആ ഈസാ നബി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഉദ്ദേശം, അല്ലാതെ ഈസാ നബിൻ്റെ ആത്മാവാണെങ്കിൽ ഹാ എന്ന് പറയാം. വനഫ്സിം വമാ സവ്വാഹ എന്നൊക്കെ പറഞ്ഞല്ലോ, നഫ്സ് മുഅന്നസാണ് അറബി ഭാഷയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നഫ്സിനെയാണ് ഉയർത്തിയതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാ എന്നാണ് അവിടെ പ്രയോഗിക്കുക. ഇനി അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ശരീരത്തോട് ഉയർത്തി. ഇനി ആ ഉയർത്തിയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് രണ്ടാമത് തിരിച്ചു വരും. ഖാദിയാനികൾ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ തിരിച്ചു വരില്ല, ഭൂമിയിൽ നിന്ന് തന്നെ ഈസാ നബി വരികയാണ് ചെയ്യുക. ഈസാ നബി എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് തന്നെ വരും. അങ്ങനെ വന്ന ആളാണ് ആര്? നമ്മളെ മഹദി. മൂപ്പരാദ്യം മഹദി എന്ന് പറഞ്ഞാൽ, പിന്നെ ഈസാ നബി പറഞ്ഞ്, പിന്നെ നബി എന്ന് പറഞ്ഞ് ഉപർക്കനെ നിശ്ചയില്ല. കാരണം ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറയാനുണ്ടോ, അതുകൊണ്ട് പിന്നെ ഉണ്ടാവില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് രണ്ടാമതും വരും. അതിന് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ചില തെളിവുകളാണ്. ഒന്നാമത്തെ എന്താ വെച്ചാൽ സൂറത്ത് സുഖ്റുഫിലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ, ഇതാണ് ഒന്നാമത്തെ തെളിവ്. അദ്ദേഹം അന്ത്യനാളിൻ്റെ അടയാളമാണ്. ആര്? ഈസാ നബി. ഇപ്പം ഈസാ നബി അന്ത്യനാളിൻ്റെ അടയാളമാകണമെങ്കിൽ ഈസാ നബിക്ക് ശേഷം പിന്നെ ഒരു പ്രവാചകൻ വരാൻ പാടില്ല. ഈസാ നബിക്ക് ശേഷം ഒരു പ്രവാചകൻ, അന്ത്യപ്രവാചകനാണ് അന്ത്യനാളിൻ്റെ ഒന്നാമത്തെ അടയാളം. അതുകൊണ്ടാണ് ബുഇസ്തു അന വസ്സാഅത്തു കഹാത്തൈൻ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അന്ത്യനാളും ഏതുപോലെയാണ്? ഇതുപോലെ. അപ്പം അന്ത്യനാളിൻ്റെ ഒന്നാമത്തെ അടയാളം പ്രവാചകൻ്റെ നിയോഗമാണ്. അപ്പം ഈസാ നബി അന്ത്യനാളിൻ്റെ അടയാളമാകണമെങ്കിൽ എന്താകണം? ഈസാ നബി രണ്ടാമത് എന്ത് ചെയ്യണം? വരണം. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഇന്നഹു ലഇൽമു സ്സാഅ എന്ന് പറഞ്ഞാൽ ഹുവ ഖുറൂജ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖബ്ല യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഒരായത്തായി. ഇനി രണ്ടാമത്തെ ആയത്ത് സൂറത്തു നിസായിലെ 189 ആയത്താണ്. സൂറത്തു നിസായിലെ 189. സൂറത്തു നിസായിലെ 189 അല്ലാഹു പറഞ്ഞത്, വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി, ഈസാ നബിയുടെ മരണത്തിൻ്റെ മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടല്ലാത്ത ഒരു അഹ്ലി കിതാബും ഉണ്ടാവുകയില്ല.
വ ഇമ്മിൻ അഹ്ൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി. ഈസാ നബിയുടെ മരണത്തിൻ്റെ മുമ്പ് ഈസാ നബിയിൽ വിശ്വസിച്ചിട്ടല്ലാതെ ഒരു അഹ്ൽ കിതാബും ഉണ്ടാവുകയില്ല. ഇതെപ്പോഴാണ് സംഭവിക്കുക? ഈസാ നബി മരിച്ചപ്പോൾ സംഭവിച്ചണോ? ഇല്ലല്ലോ. അതേസമയത്ത് അന്ത്യനാളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പം നമുക്കറിയാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ ശേഷം വിശദീകരിക്കുക, ഒരു സുഗന്ധം ഉണ്ടാവും. ആ സുഗന്ധം അദ്ദേഹം എത്തുന്ന പല സ്ഥലങ്ങളിലുമുള്ള കാഫറുകൾ മരിച്ചു പോവും. ഇനി ഇത് കണ്ടിട്ട് ആ ഈസാ നബി കുരിശ് തകർക്കും, അതുപോലെ തന്നെ പന്നിയെ കൊല്ലും. അതൊക്കെ കാണുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള അഹ്ലു കിതാബുകാരെന്ത് ചെയ്യും? വിശ്വസിക്കും. അപ്പം ഈസാ നബിയുടെ മരണത്തിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ അഹ്ലു കിതാബും അദ്ദേഹത്തിൽ എന്ത് ചെയ്യും? വിശ്വസിക്കും. ഇനി ഇതിന് ഖാദിയാനികൾ പറയുന്നത് എന്താ വെച്ചാൽ, ഖബല മൗതിഹി എന്ന് പറഞ്ഞാൽ അഹ്ലു കിതാബിൽപ്പെട്ട ആളുടെ മരണം എന്നാണ്. എന്നാൽ ഓരോ അഹ്ലു കിതാബിൽപ്പെട്ട ആളും മരിക്കുമ്പോൾ ആരിൽ വിശ്വസിക്കും? ഈസാ നബി വിശ്വസിച്ചില്ല, മരിക്കൂല. ഇനി അങ്ങനെ മരിക്കുമ്പോൾ വിശ്വസിച്ചിട്ടുള്ള കാര്യമുണ്ടോ? മനസ്സിലല്ലേ? മാത്രമല്ല അങ്ങനെ അല്ല അർത്ഥം. ഇനി അങ്ങനെയാണെങ്കിൽ സങ്കല്പിക്കുക. അപ്പോൾ ഖബല മൗതിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണത്തിൻ്റെ മുമ്പ് എല്ലാവരും ഈസാ നബി വിശ്വസിക്കും. ഏതോ അഹ്ലു കിതാബിൽ നിന്ന് ആര് ലോകത്ത് മരിച്ചു പോയാലും ആ മരിക്കുന്ന സന്ദർഭത്തിൽ ആരിൽ വിശ്വസിക്കും? ഈസാ നബിയിൽ വിശ്വസിക്കും. ഇനി മരിക്കുന്ന സന്ദർഭം വിശ്വസിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മാത്രമല്ല അങ്ങനെ വ്യാഖ്യാനം ഇല്ല. ഈസാ നബിയുടെ മരണത്തിന് മുമ്പ് അവർ വിശ്വസിക്കുമെന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ ഈസാ നബി എന്ത് ചെയ്യണം? രണ്ടാമത് ഭൂമിയിലേക്ക് വരണം. അപ്പോൾ രണ്ടായത്തായി തെളിവ്. ഇനി അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മൗത്ത് ഈസ എന്നാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ മരണം എന്നല്ല. ഈ ആയത്ത് വിശദീകരിക്കും ഇബ്നു ഹജർ അസ്ഖലാനി പറയാം, ലാ യബ്ഖാ അഹദും മിൻ അഹ്ലിൽ കിതാബി വഹുമുൽ യഹൂദു വന്നസ്വാറ ഇദാ നസല ഈസ ഇല്ലാ ആമന ബിഹി. ഈസാ നബി കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസാ നബിയിൽ വിശ്വസിക്കാത്ത ഒരാളും പിന്നെ അഹ്ലു കിതാബ് എന്ന ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഇനി മൂന്നാമത്തെ ആയത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, വയുക്കല്ലിമുൻ നാസ ഫിൽ മഹദി, സൂറത്ത് 20 നിസായിലെ 159 ആയത്ത്. ഇനി മൂന്നാമത്തെ തെളിവ് വയുക്കല്ലിമുൻ നാസ ഫിൽ മഹദി വകഹലൻ. അദ്ദേഹം തൊട്ടിൽ വെച്ചുകൊണ്ടും സംസാരിക്കും, മധ്യവയസ്കതയിലും സംസാരിക്കും. അപ്പോൾ തൊട്ടിൽ വെച്ച് സംസാരിക്കുക എന്നുള്ള അത്ഭുതമാണ്. പക്ഷെ മധ്യവയസ്കത എന്ന് പറഞ്ഞെങ്കിൽ ഈ 40-35 വയസ്സിൻ്റെ സമയം, ആ സമയത്ത് ആളുകളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാകുക. അപ്പം അത് ബഅദ നുസൂലിഹി എന്നാണ് പണ്ഡിതന്മാരിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരണം കൊടുത്ത്. അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഇറക്കത്തിന് ശേഷം എന്ത് ചെയ്യും? ആളുകളോട് സംസാരിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. ഇനി നാലാമത്തെ ഒരു തെളിവ് കൂടിയുണ്ട്, സൂറത്തുൽ മുഹമ്മദിലെ 40 ആയത്ത്. ഹത്താ തദഅൽ ഹർബു ഔസാറഹ, യുദ്ധങ്ങളൊക്കെ അതിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന സമയം എന്നുണ്ട്. എന്നാൽ പിന്നെ ഭൂമിയിൽ എന്തുണ്ടാവില്ല? യുദ്ധമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടാകും. ഹത്താ തദഅൽ ഹർബു ഔസാറഹ, സൂറത്ത് മുഹമ്മദിലെ 40 ആയത്താണ്. അപ്പോൾ ഖുർആനിൽ തന്നെ 4 ആയത്തുകളിൽ വ്യക്തമായ സൂചനകൾ ഈ വിഷയത്തിലുണ്ട്. പിന്നെ ഹദീസിൽ ഒരുപാട് തെളിവുകളുണ്ട്. വല്ലദീ നഫ്സി ബിയദിഹി ലയുശിക്കന്ന യൻസില ഫീക്കും ഇബ്നു മറിയമ ഹക്കമൻ അദലൻ, ഇതാ നിങ്ങൾക്ക് ആകാറായിരിക്കുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളിൽ ഒരു ഹാക്കിമായിക്കൊണ്ട്, പ്രവാചകനായിക്കൊണ്ടല്ല വരിക, ഒരു ഹാക്കിമായിക്കൊണ്ട്, നീതിമാനായ ഹാക്കിമായിക്കൊണ്ട് വരും. ഫയക്സുറു സ്വലീബ, എന്നിട്ട് അദ്ദേഹം വന്നിട്ട് എന്താ ചെയ്യുക? കുരിശിനെ തകർക്കും. കുരിശിനെ തകർക്കും എന്ന് പറഞ്ഞാൽ ആ കുരിശ് എന്ന് പറഞ്ഞാൽ ഈസാ നബിയെ പറ്റിയുള്ള ഏറ്റവും വലിയ നുണയാണ്, അല്ലേ? ഈസാ നബിനെ ക്രൂശിച്ചു എന്നുള്ളതാണ് ആ കുരിശിൻ്റെ അടയാളം. എന്ന് പറഞ്ഞാൽ ഈസാ നബിനെ പറ്റിയുള്ള ഏറ്റവും വലിയ കളവ് ഈസാ നബി എന്ത് ചെയ്യും? തകർക്കും. നമ്മളെ ദുസ്നാസ്ലമൊക്കെ അത് നിശ്ചയിച്ച് ഇവരൊക്കെ അത് വെറുതെ കാലങ്കാരികാണെന്ന് പറഞ്ഞു. കുരിശിനെ തകർക്കുന്ന പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയെ തകർക്കും, ഇവിടെ ഇല്ലാതാക്കും, അല്ലാതെ കുരിശിനെ തകർക്കുന്നില്ല. വയഖ്തുൽ ഖൻസീർ, പന്നി എന്ത് ചെയ്യും? കൊല്ലും. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ പന്നി, മനസ്സിലല്ലേ? അപ്പം അതിനെ കൊല്ലും. വയദഉൽ ഹർബ്, അതാണ് പറഞ്ഞത്, യുദ്ധം എന്ത് ചെയ്യും?
ഉണ്ടാവില്ല. പിന്നെ ഈസാ നബിൻ്റെ കാലം വന്നാൽ പിന്നെ മനുഷ്യന്മാർ തമ്മിൽ എന്തുണ്ടാവില്ല, യുദ്ധം അവസാനിക്കും. അതുപോലെ തന്നെ വയഫീദുൽ മാൽ, സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും ആളുകൾക്ക്. ഫളൈഫ് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന സമ്പത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലമായിരിക്കും. ഹത്താ ലാ യഖ്ബലുഹു അഹദുൻ, അത് സ്വീകരിക്കാൻ തന്നെ ആളുണ്ടാവില്ല. സമ്പത്ത് സ്വീകരിക്കാൻ തന്നെ ആളില്ലാത്ത വിധം സമ്പത്ത് ഒഴുകി നടക്കുന്ന ഉണ്ടാവും. പിന്നെ ആ സന്ദർഭത്തിൽ ഹത്താ തകൂന സജദത്തുൽ വാഹിദ ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, എത്രത്തോളം ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ ഒരു സുജൂദ് ദുനിയാവിലുള്ളതും അതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ എപ്പോഴാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ നമ്മളെ കാസിമിൻ്റെ ചില വീഡിയോകളുണ്ട്, ഇതാ ഇപ്പോൾ വരും, 13 കൊല്ലത്തിനുള്ളിൽ വരും. മഹദീമാവിനെ ഞാൻ കാണും, മഹദീമാവിന് ഞാൻ സലാം കൊടുക്കും, ഞാൻ കുറച്ച് നോക്കണ്ട് ഞാൻ തന്നെ മഹദി എന്ന് അറിയപ്പെടും അടുക്കാവണം. ആന്നെ മഹദീമാമന് ഇവിടെ വരും, ഞാൻ മഹദീമാമന് ബൈഅത്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നറിഞ്ഞാൽ എത്തുന്ന അതിന് കുറച്ച് എന്താ വരാൻ പോണല്ലോ, ഞാൻ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇങ്ങനെ കുറേ റസൂൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കള്ള മഹദീമാരും കള്ള ദജ്ജാലുകളും, സലാസും ദജ്ജാലിന് കദ്ദാബൂന്ന് അറിയില്ലേ, കുറേ ദജ്ജാലിങ്ങൾ വരാണ്ട് അതിൽപ്പെട്ടതൊക്കെ. അപ്പം അത് നമുക്ക് അത്ഭുതമില്ല, അതൊക്കെ നമ്മൾ മുത്തുനബി മുമ്പ് തന്നെ പറഞ്ഞതുകൊണ്ട് ഇമാര് കുറേ അലവലാതി ഇവിടെ വരാണ്ടെന്നുള്ളതുകൊണ്ട് നമുക്കെന്തില്ല, അത്ഭുതമില്ല. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടങ്ങനെ പിന്നെ എന്താ അറിയാം, മതി അള്ളമീർ മടക്കിയാൽ മതി. ഇതൊക്കെ നബി പറഞ്ഞ വസ്തുക്കൾ തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസാലു ത്വായിഫത്തുൻ ഉമ്മത്തി യുഖാത്തിലുൽ ഹഖ് ളാഹിരീന ഇലാ യൗമിൽ ഖിയാമ, സത്യത്തിൽ ഉറച്ച് അതിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരേക്കുണ്ടാവും. അങ്ങനെ ഫയൻസിലു ഈസാ ഇബ്നു മറിയം, ആ സന്ദർഭത്തിൽ ഈസാ നബി വരും. ഫയഖൂലു അമീറുഹും സ്വല്ലി ലനാ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയം കഴിഞ്ഞ സൂചിപ്പിച്ചിരുന്നു, സുബഹിയുടെ സമയമായിരിക്കും. സുബഹിയുടെ സമയമാകുമ്പം അവിടെയുള്ള അമീർ ഉണ്ടാവും, ഇമാം മഹദി ഇമാം പറയും, സ്വല്ലി ലനാ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നിസ്കരിക്കണം, ഇമാമത്ത് നിൽക്കണം എന്ന് മഹദി ഇമാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയും. ഫഖാല, അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഇന്ന ബഅദക്കും അലാ ബഅദിൻ ഉമറ തക്രീമത്തുല്ലാഹി ഹാദിഹിൽ ഉമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ ചിലർക്ക് മേൽ അമീർമാരാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ആ അമീർമാരാണ് നിൽക്കേണ്ടത്. ഇത് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയൊരു ആദരവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്ന ഔലന്നാസി ബിഈസാ ഇബ്നു മറിയം വ ഇന്നഹു ലം യകുൻ ബൈനി വ ബൈനഹു നബിയ്യുൻ, എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ യാതൊരു നബിയുമില്ല. വ ഇന്നഹു നാസിലുൻ ഫഅരിഫു, അദ്ദേഹം പിന്നെ ഇറങ്ങും, നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം. ഈ ഹദീസ് മുത്തവാത്തിറായി വന്നിട്ടുണ്ട്. 30-ലധികം സഹാബിമാർ ഈ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന്, എവിടെയാണ് ഈസാ നബി ഇറങ്ങുക? ഞാൻ പറഞ്ഞു ദമസ്കസിലെ വെള്ള മുനാരത്തിലാണ് ഈസാ നബി ഇറങ്ങുക. ദമസ്കസിലെ വെള്ള മുനാരത്തിൽ, അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, യൻസിലു ഈസാ ഇബ്നു മറിയം ഇൻദൽ മനാറത്തിൽ ബൈളാ അശ്ശർഖി ദിമഷ്ക്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ഖാദിയാനി പള്ളി ഇതിൽ ആരെയും കണ്ടോണം? ഖാദിയാനികളെ പള്ളി, ഖാദിയാനികളെ പള്ളി, ആ പള്ളീൻ്റെ മുനാര ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാനത് കാണാനായിട്ട് പോകുന്നു വേണ്ട. എല്ലാ പള്ളിയുടെയും മുനാരം ഒരേപോലെ ഇരിക്കും. ആ മുനാര ഏത് മുനാര അറിയോ? ഈ മനാറത്തുൽ ബൈളാ നബി പറഞ്ഞില്ലേ, വെള്ള മുനാരം എന്ന് പറഞ്ഞില്ലേ, അത് മസ്ജിദു ദമസ്കസിലെ മസ്ജിദ് മുആവിയ എന്ന് പറയുന്ന പള്ളിയാണ്. ആ പള്ളിയുടെ മുനാറുണ്ട്. ആ മുനാരത്തിൻ്റെ അതേ ഷേപ്പായിരിക്കും എല്ലാ ഖാദിയാനികളുടെ പള്ളിക്കുണ്ടാകുക. എന്താ പറയുക, ഈസാ നബി ഇറങ്ങി വന്ന മിനാറാണ്. കുറച്ചൊരു സ്ക്വയർ മോഡൽ, അത് പറ്റ റൗണ്ടല്ല, ഇങ്ങനെയുള്ളതുണ്ട്, മറ്റേ എന്തിൻ്റെ പിന്നെ ഷഡ്ഭുജം പോലുള്ള പിന്നെ ആ രൂപത്തിലാണ് ഉണ്ടായിട്ട് 2 തട്ട് ഉണ്ടായിട്ടുള്ള മുനാരാണ് ഉണ്ടാകുക. അത് പിന്നെ ഈ മനാറത്തുൽ ബൈളാഇൻ്റെ രൂപമാണ്, മനസ്സിലല്ലേ?
എന്ന് പറഞ്ഞാൽ ഈസാ നബി എവിടെയാണ് ഇറങ്ങിയിട്ടുള്ളത്? ഓലെ ഈസാ നബി വന്നിട്ടുണ്ട്, ആ മനാറാണ് നമ്മുടെ മനാറ് എന്ന് പറഞ്ഞിട്ടാണ് നടക്കുക. അപ്പോൾ ഈ മനാറത്തുൽ ബൈദ എന്ന ദമസ്കസിലാണ് അൽ ജാമിഉൽ അമവി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അഥവാ അമവിയുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ആ പള്ളിയാണ്. അവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരിക. ഉമേസ്മസ്കർ അതിൻ്റെ ഇപ്പോൾ ഈ സിറിയയിലാണ് ഇപ്പോൾ അത് നിലവിലുള്ളത്. അവിടെ ഈ ബഷാറിൻ്റെ കാലത്ത് ചില ബോംബ് തകർന്നിട്ട് മുനാരൊക്കെ തകർന്നു പോയിരുന്നു. ഇപ്പോഴുണ്ട്. നമസ്കരിച്ചാണ് അൽഹംദുലില്ലാ. അതിൻ്റെ റസൂൽ പറഞ്ഞ മുനാരുണ്ടല്ലോ, ആ മുനാരം തകർന്നിരുന്നു ബോംബിങ്ങിൽ. ഇപ്പം അത് ഉണ്ടാവുന്ന എന്ത് ചെയ്തിട്ടുണ്ട്? അതേ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് വെച്ചാൽ വാദിഅൻ കഫൈഹി അല അജ്നിഹത്തിൽ മലക്കൈൻ. അവിടെ നിന്ന് ചാടല്ല. ഇപ്പം ഈ ബഹിരാകാശത്ത് പോയ ആളുകൾ താഴത്തേക്ക് വരുന്നുണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, യൂട്യൂബിൽ നോക്കി കാണാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് 2 മലക്കുകളുടെ ചിറകിന്മേലായിരിക്കും റസൂൽ ഈസാ നബി. വാദിഅൻ കഫൈഹി എന്ന് പറഞ്ഞാൽ 2 മലക്കിൻ്റെ ചിറകിൽ പിടിച്ചിട്ടാണ് ഇറങ്ങി വരിക. മനസ്സിലല്ലേ? അല്ല, മലക്കൾ താങ്ങി വരില്ല. ഈസാ നബി 2 മലക്കിൻ്റെ ചിറകിൽ പിടിച്ചിട്ട് താഴത്തേക്കാണ് ഇറങ്ങി വരിക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ രൂപങ്ങളും കാര്യങ്ങളും നമുക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ബഹിരാകാശത്ത് കൂടെ മനുഷ്യൻ സഞ്ചരിക്കുമുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. വെറും വായുവിലൂടെ അത്ര സ്പീഡിൽ ഇറങ്ങി വരാൻ കഴിയില്ല. പക്ഷെ അത്ര റസൂൽ പോയിട്ടുണ്ടല്ലോ. ഈ ബഹിരാകാശവും കടന്നിട്ട് റസൂൽ 7 അനാകാശത്ത് അപ്പുറത്തേക്ക് റസൂൽ പോയില്ലേ? മനസ്സിലല്ലേ? അപ്പം അത് നമ്മളിപ്പോൾ ഇന്ന് റോക്കറ്റ് പോണത് പോലെ ചിന്തിക്കണ്ട. പക്ഷെ വിശ്വാസം പറഞ്ഞത് ഈ വാദിഹൻ കഫയിലെ അജനഹത്തി മലക്ക് 2 മലക്കിൻ്റെ കഫിലാണ് വെച്ചിട്ടാണ് ഈസാ നബി താഴേക്ക് ഇറങ്ങി വരിക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വഅലൈഹി മഹ്റൂദതാനി. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 പുതപ്പ് ധരിച്ചിട്ടുണ്ടാവും. ഈസാ നബി 2 പുതപ്പ് ധരിച്ചിട്ടുണ്ടാവും. അപ്പം ഈ ഖാദിയാനികൾക്ക് ഇതിനൊക്കെ ദുർവ്യാഖ്യാനുണ്ട്. ഈ പുതപ്പ് എന്ന് പറഞ്ഞാൽ 2 രോഗമാണ്. ഈ മിർസയ്ക്ക് 2 രോഗമുണ്ട്. ഒന്ന് മൂത്രവാർച്ചയും അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ അപസ്മാരം ഉണ്ടല്ലോ. അപ്പം അതാണ് 2 പുതപ്പ്. അതായത് അപസ്മാരവും അതുപോലെ തന്നെ മൂത്രവാർച്ച എന്ന് പറഞ്ഞാൽ എന്ത് വ്യാഖ്യാനം പറയാലോ, തൊള്ളി തോന്നിയൊക്കെ വിളിച്ചറിയാലോ, അനുയായികളതൊക്കെ വിശ്വസിക്കല്ലോ. അപ്പോൾ റസൂൽ പറഞ്ഞ് 2 പുതപ്പിന്മേലായിരിക്കും എന്ത് ചെയ്യുക, ഇറങ്ങി വരിക. മാത്രമല്ല കഅന്ന റഅസഹു യഖ്തുർ വഇല്ലം യുസിബ്ഹു ബലലുൻ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുടിയിൽ നിന്ന് വെള്ളം ഒറ്റിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഈസാ നബി തലയിൽ കൂടെ പറന്നിട്ടുണ്ടാവില്ല. എന്നാലും ഈസാ നബിയുടെ തലയിൽ നിന്ന് എന്ത് ചെയ്യും? വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈസാ നബി ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം ഈസാ നബിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കഅന്നഹു ഉർവത്ത് ബിൻ മസ്ഊദ്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെ ആയിരിക്കും അദ്ദേഹം ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ ഈസാ നബിയോട് ഏറ്റവും സാദൃശ്യമുള്ള ഒരു സഹാബിയായിരുന്നു ആര്? ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു ഇമാം മുസ്ലിം തിരിച്ച ഹദീസാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. ഇനി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിറം പോലും പ്രവാചകൻ പറഞ്ഞു ബൽ മർബൂഅൻ ഇല ഹുംറത്തി വൽ ബയാദ്. മർബൂ ആയിരിക്കും. മർബൂ എന്ന് പറഞ്ഞാൽ ഒത്ത നീളമുള്ള, അതായത് വലിയ പെരുന്നീളമല്ല, എന്നാൽ പറ്റ ചെറുതുമല്ല. മർബൂ റസൂലിനെ പറ്റിയ ഹദീസിൽ കാണാൻ കാന മർബൂഅൻ എന്ന് പറഞ്ഞാൽ ഒത്ത നീളമുള്ള. അതുപോലെ തന്നെ ഇല്ല ഹുംറത്തി വൽ ബയാദ്, ചോപ്പിലേക്ക് കലർന്ന വെള്ള എന്ന് പറഞ്ഞാൽ പെരും വെള്ളമല്ല, എന്നാൽ കറുപ്പല്ല എന്ന് പറഞ്ഞാൽ ചോപ്പിലേക്ക് കടന്ന ഒരു രസമുള്ള നിറമായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടാവുക. മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ സുഗന്ധം പരക്കും. ഭൂമിയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ മുസ്ലിമീങ്ങൾക്കുള്ള അടയാളങ്ങളാട്ടോ, ഈസാ നബിയെ തിരിച്ചറിയാനൊക്കെ. മനസ്സിലായില്ലേ? ഫലാ യഹല്ലു ലികാഫിരിൻ അൻ നഫ്സിഹി ഇല്ലാ മാത.
ഒരു കാഫിർ ആ സുഗന്ധം ശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കും. മുസ്ലിമീങ്ങൾക്കത് സുഗന്ധമായിരിക്കും, പക്ഷേ കാഫിരിങ്ങൾക്കത് നമ്മൾ പറഞ്ഞ വിഷം ആയിരിക്കും. അതുകൊണ്ട് കാഫിർ ആ ഒരു സുഗന്ധം കാഫിറിന് കിട്ടിയാൽ എന്ത് ചെയ്യും? കാഫിർ മരിച്ചു. മനസ്സിലല്ലേ? അപ്പോൾ ഈ മിർസ ഈസാ നബി ആണെങ്കിൽ മൂപ്പരെ മണം കിട്ടിയിട്ട് എത്ര ആൾക്കാർ മരിച്ചു വെച്ചാൽ അതേ ചോദ്യം കേട്ടോ. ഈസാ നബി പറഞ്ഞെന്താ? റസൂൽ പറഞ്ഞെന്താ? ഈസാ നബി വരുമ്പോൾ അതിൻ്റെ വാസന കിട്ടിയാൽ കാഫിര്യങ്ങൾ എന്ത് ചെയ്യും? ഒക്കെ മരിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തൊരു അനുഗ്രഹമാണ് വിശ്വാസികളായ ആളുകൾക്ക് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ നമസ്കരിക്കാൻ വേണ്ടി പോകും. പള്ളിയിൽ സുബഹിൻ്റെ സമയത്താണ് വരിക. അപ്പോൾ സുബഹിക്ക് പള്ളിക്കൊന്നുമില്ല, ആർക്ക് കാണാൻ കഴിയുള്ളൂ? സനബിനാണ്. കടന്നുറങ്ങിയവർക്ക് ഈ സനബി ഇറങ്ങിയതും അറിയില്ല, പോയതും അറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സുബഹിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട സമയം. റംബിയ സ്വത് പറ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ എന്ന് പറഞ്ഞില്ലേ? ഈ ഉമ്മത്തിലെ ബർക്കത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബർക്കത്തിൽ ഉറക്കത്താക്കി നമ്മളൊക്കെ. മനസ്സിലായില്ലേ? സുബൈൻ്റെ സമയം, സുബൈ കഴിഞ്ഞ് സൂര്യോദയം വരെയുള്ള സമയം, ഫജറിൻ്റെ ബാങ്ക് കൊടുത്തത് മുതൽ സൂര്യോദയം വരെയുള്ള സമയമുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല ബർക്കത്തുള്ള സമയം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ആ സമയത്ത് റസൂലുള്ളാഹി പള്ളിയിരിക്കും. സൂര്യോദയം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി എഴുന്നേറ്റ് പോവുക. അത് ജൂതന്മാരുടെ ഒക്കെ ഹദീസാണ് ശബാബിലുള്ള. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാരണം മുസ്ലിമീങ്ങളെ ജോലിക്ക് പോകുന്നതിൽ നിന്ന് തടുക്കാൻ വേണ്ടി പള്ളി കുത്തിരിക്കുക, സുബഹിക്ക് ശേഷം പള്ളി കുത്തിരുന്ന ജോലിക്ക് പോകാതെ കുത്തിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഹദീസ്. ആരാ നബി പറഞ്ഞോ? അനക്ക് ഇരുന്ന ഇന്ന കൂലിണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ കുത്തിരുന്ന് ജോലിക്കൊണ്ട് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ദീനിനെ പൊളിക്കണ ഒരു രൂപം. വിശ്വാസം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വയഖാത്തുലുന്നാസ് അലൈഹിസ്സലാം. അദ്ദേഹം പള്ളിയിൽ നിന്ന് പടച്ചട്ടയണിയും. പള്ളിയിൽ എന്ത് ചെയ്യും? പടച്ചട്ടയണിഞ്ഞിട്ട് ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? പോവാണ്. അപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകളും എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ കൂടെ സുബഹിക്ക് ശേഷം ജിഹാദിന് വേണ്ടി പുറപ്പെടും. ഇതൊക്കെ ഹദീസുള്ള. അതുപോലെ തന്നെ അങ്ങനെ ഇതൊക്കെ സലീബിനെ തകർത്ത് കളയും. അതുപോലെ തന്നെ വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ഈ കുരിശിനെയും ഒക്കെ തകർത്ത് കളയും. ഫയുഖാത്തുലുന്നാസ് അലൽ ഇസ്ലാം. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളോടൊത്ത് ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും? യുദ്ധം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി എന്ന വിവരം ആർക്ക് കിട്ടും? ദജ്ജാലിന് കിട്ടും. ഈസാ നബി, കാരണം ദജ്ജാലി 40 ദിവസം ഇവിടെ ഭൂമിയിൽ ഇങ്ങനെ ആകെ കുട്ടിച്ചോറാക്കി നടക്കുകയാണ്. എന്നാണ് ഞാൻ പഠിച്ചവനാണ്, ഞാൻ തന്നെയാണ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ആകെ ഫിത്ന ഉണ്ടാക്കി നടക്കുന്ന സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ ലക്ഷ്യം വെച്ച് കൊണ്ടുപോകും. ആ സന്ദർഭത്തിൽ വയകൂനു ദജ്ജാൽ ഇൻദ നുസൂൽ ഈസാ മുതവജ്ജിഹൻ നഹവ ബൈത്തുൽ മഖ്ദിസ്. ഈസാ നബി ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ ദജ്ജാൽ ബൈത്തുൽ മഖ്ദിസിനെ ലക്ഷ്യം വെച്ച് കൊണ്ടുപോകുകയായിരിക്കും. റസൂലുള്ളാഹി കറക്റ്റ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പറഞ്ഞിങ്ങനെ പേടിപ്പിച്ച് പോകല്ലേ നബി ചെയ്ത്. അതിൻ്റെ കറക്റ്റ് റൂട്ട് മാപ്പ് റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഈസാ നബി ഇറങ്ങുമ്പോൾ ദജ്ജാൽ എവിടേക്കാ പോവുക? ബൈത്തുൽ മഖ്ദിസിന് ലക്ഷ്യം വെച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവും. ഫയൽഹഖു ബിഹി ഈസാ ഇൻദ ബാബിൽ ലുദ്. ബാബുൽ ലുദ്ദിൽ വെച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ കാണുക. ഈ ബാബുൽ ലുദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫലസ്തീൻ, ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്തുള്ള ഫലസ്തീനുള്ള സ്ഥലമാണ്. ഇന്നത് ആരുടെ കയ്യിലാണ്? ജൂതന്മാരുടെ കയ്യിലാണ്. അവിടെ നിന്ന് എയർപോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാണ്. ലുദ്ദിൽ എയർപോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറാൻ കാര്യം ചിലപ്പോൾ അല്ലാഹു അലം, നമുക്കറിയില്ല. ബാബ് എന്ന റസൂൽ അവിടെ പ്രയോഗിച്ച് ബാബുൽ ലുദ്. ശരിക്ക് എയർപോർട്ടൊരു ബാബ് തന്നെയാണല്ലോ, ഒരു വാതിലാണല്ലോ ശരിക്ക്. ഒരു രാജ്യത്ത് മറ്റേ രാജ്യത്തേക്കുള്ള വാതിലാണല്ലോ ശരിക്ക്. വിശദാംശങ്ങൾ നമുക്കറിയില്ല, അല്ലാഹു അലം. ഏതാണ്ട് ആ ബാബുൽ ലുദ്ദിൽ വെച്ചുകൊണ്ടാണ്
ഈസാ നബി എന്ത് ചെയ്യുക? ദജ്ജാലിനെ കണ്ടുമുട്ടുക. ഫഇദാ റആഹു ദജ്ജാൽ ദാബ കമാ യദൂബുൽ മിൽഹു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ദജ്ജാൽ നേർക്കുനേരെ കാണുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് വീണാൽ ഉപ്പ് ഉരുകിപ്പോകുന്നത് പോലെ ദജ്ജാൽ അടുക്കും. നിറവൻ്റെ എല്ലാ നമ്മൾ അടപ്പുരിയറിയില്ല, അതുപോലെ അവൻ്റെ എല്ലാം അവിടെ അവസാനിക്കും. നിറ ഈസാ നബിയെ കാണുമ്പോൾ അപ്പോൾ ഓൻ്റെ നമ്മൾ സാധാരണ ഈ എന്താ പറയുക, ഈ ഒച്ചിനെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കും ചില ആൾക്കാർ. അപ്പോൾ അതിൻ്റെ അതിലും കണ്ടില്ലാതെ ഇപ്പം അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി അദ്ദേഹത്തെ ഈസാ നബിയെ കാണുമ്പോൾ യദൂബുൽ മിൽഹു, ഉപ്പ് ഉരുകുന്നത് പോലെ അവനോട് നമ്മൾ സാധാരണ പേടിച്ച് വിറച്ച് അവിടെ ആളാണ്ട് ഉരുകിപ്പോയി അറിയില്ല. നമ്മൾ സാധാരണ പേടിച്ചിട്ട് ഞാനോട് ഉരുകിപ്പോയി അറിയില്ല. ആ ഉരുകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഫയഖൂലു ലഹു ഈസ, അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനോട് പറയും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനോട് പറയും, ഇന്ന ലീ ഫീക ളർബതൻ ലൻ തഫൂതനി, എനിക്ക് നിന്നെ ഒരു വെട്ടാനുണ്ട്. ആ വെട്ടിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യൂല, നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, നിനക്കൊരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, അതുപോലെ തന്നെ അതിന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അങ്ങനെ ഫയതദാറകഹു ഈസ ഫയഖ്തുലുഹു ബിഹർബത്തി. റസൂലുള്ളാഹി പറയാണ്, ഈസാ നബി അദ്ദേഹത്തിൻ്റെ വാളുകൊണ്ടാണ് ഈസാ നബി ദജ്ജാലിനെ കൊല്ലുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആരും വാളുകൊണ്ടൊന്നും കൊള്ളലില്ലല്ലോ. ഇപ്പോൾ AK-47 മിസൈലും ബോംബിങ്ങും അല്ലേ. അപ്പോൾ ഒരു പക്ഷേ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാണെന്ന് വെച്ചാൽ വേറെയും ചില ഹദീസ്, ഇപ്പോൾ കഅബ തകർക്കപ്പെടുന്നുണ്ട്. ഈ ഖിയാമത്ത് നാൾ അടുപ്പിച്ച് തന്നെ കഅബ തകർക്കപ്പെടും. കഅബ തകർക്കപ്പെടുന്ന ഹദീസ് റസൂൽ പറഞ്ഞത് വെച്ചാൽ ആ തകർക്കുന്നതിൻ്റെ ആയുധം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ പിക്കാസും കൈക്കോട്ടുണ്ടല്ലോ, ആ പിക്കാസും കൈക്കോട്ടും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കഅബ തകർക്കുക, അല്ലാതെ ബോംബിങ്ങിലൂടെയല്ല. ഒരുപക്ഷെ ആ കാലം വരുമ്പോൾക്ക് പഴമയിലേക്ക് എന്ത് ചെയ്യും, ആളുകൾ തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപക്ഷെ അതിനു മുമ്പ് വലിയ ലോകയുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് നാടൊക്കെ കുട്ടിച്ചോറായാൽ അതെ. ഈ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഇപ്പം ഈ കഅബ തകർക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതുപോലെ തന്നെ മറ്റു സംഗതികളൊക്കെ ആണെങ്കിലും പഴയ ആയുധങ്ങളെ സംബന്ധിച്ച് തന്നെ പ്രവാചകൻ തീരുമാനം ഈസാ നബി അദ്ദേഹത്തെ വെട്ടാണ്. അങ്ങനെ അവൻ വെട്ടേറ്റ് മരിക്കും. ഫൈൻഹസിം അത്ബഅഹു, അവൻ്റെ കൂടെ കുറേ അനുയായികളുണ്ടാവും. ആരുടെ കൂടെ? ദജ്ജാലിൻ്റെ കൂടെ. പ്രത്യേകിച്ച് ജൂതന്മാരുണ്ടാവും, ഷിയാക്കളുണ്ടാവും, ഒക്കെ അവൻ്റെ അനുയായികളാണ്. ഈ മുനാഫിക്കുകളുണ്ടാവും, കുറേ പെണ്ണുങ്ങളുണ്ടാവും. പെണ്ണുങ്ങൾ പിന്നെ അത്ഭുതം കണ്ട എല്ലാം ബാക്കിലും കൂടുതലും. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ദജ്ജാൽ ഇറങ്ങി നിങ്ങൾ കേട്ടങ്ങൾ എന്ത് ചെയ്യണം, പെണ്ണുങ്ങളെ ചങ്ങലക്കിടണം എന്ന് പറഞ്ഞു. കയറുകൊണ്ടൊക്കെ കെട്ടിഞ്ഞപ്പോൾ എടുത്ത് പായും. മനസ്സിലായി? ചങ്ങലക്കിട്ടോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കൂടെ ഇവൻ കൊല്ലപ്പെട്ടതോടെ എന്തായി? ഫൈൻഹസിം അത്ബഅഹു, അവൻ്റെ അനുയായികളെല്ലാം ചിതറിയോടും. ഫയജഅലും, മുസ്ലിമീങ്ങൾ അവരെ ഫയഖ്തുലൂനഹും ഹത്ത, അങ്ങനെ മുസ്ലിമീങ്ങൾ അവരോട് യുദ്ധം ചെയ്യും. അപ്പോൾ അവർ ചിതറിയോടാണ്. അപ്പോൾ ഓരോ കിട്ടണ സ്ഥലത്ത് ഒരു കയറി ഒളിക്കും. അപ്പോൾ ഹത്താ യഖൂല അശ്ശജറു വൽ ഹജർ യാ മുസ്ലിം യാ അബ്ദല്ലാഹ് ഹാദാ യഹൂദിയുൻ ഖൽഫി തആൽ ഫഖ്തുലു. അങ്ങനെ ദജ്ജാൽ കൊല്ലപ്പെട്ടതോടെ പിന്നെ അവർക്ക് നാഥനില്ല ആയല്ലോ. ഓരെല്ലാം മുസ്ലിമീങ്ങൾ അടിച്ചു കയറി അറ്റാക്ക് ചെയ്യുമ്പം അവർ ചിതറിയോടും. അങ്ങനെ ഓരോ കല്ലിൻ്റെയും മരത്തിൻ്റെയും പിന്നിൽ ആരൊളിക്കും? ഈ ദജ്ജാലിൻ്റെ അനുയായികൾ, ജൂതനും ഒക്കെ പോയി ഒളിക്കും. അപ്പോൾ ഈ കല്ലും മരവും വിളിച്ചു പറയും. എന്ത് വിളിച്ചു പറയും? ഹാദാ യഹൂദിയുൻ വറായി ഫഖ്തുലു. ഇവിടെ എൻ്റെ വേക്കിൽ ഇതൊരു ജൂത മുഖത്തിരിക്കട് എന്ന് കല്ല് മുസ്ലിമിനോട് വിളിച്ചു പറയും. സുബ്ഹാനല്ലാഹ്. മനസ്സിലായല്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെ അംഗീകരിക്കുക? അംഗീകരിക്കണ്ട, ദജ്ജാൽ പണ്ട് പോയിക്കോട്ടെ. ഇതൊക്കെ റസൂലുള്ളാഹി മുത്തുനബി പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഓന് ഈസാ നബിൻ്റെ ഒപ്പം നിൽക്കാനുള്ള കഴിയുള്ളൂ, മുത്തുനബിൻ്റെ ഒപ്പം നിൽക്കാനും കഴിയുള്ളൂ. അല്ലാത്തതിനോട് ഉണ്ടാകുക ദജ്ജാലിനൊപ്പം ഉണ്ടാവും. കാരണം ഈ കാലഘട്ടത്തിനും അനുയായികൾ ഉണ്ടാവുമല്ലോ, ഏത് കാലഘട്ടത്തിനും അനുയായികൾ ഉണ്ടാവുമല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഹാദാ യഹൂദിയുൻ വറായി ഫഖ്തുലുഹു,
ഒരു കല്ല് സംസാരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിൽ കാണാൻ കല്ല് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, ഹദീസിലുണ്ടല്ലോ അല്ലേ? ഇല്ലല്ല ഗർഖദ് മരം ഒഴികെ. ഫഇന്നഹു മിൻ ഷജറിൽ യഹൂദ്, അത് ജൂതൻ്റെ മരമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ രാഷ്ട്രമുണ്ടായ അന്ന് തന്നെ അവിടുത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ച് നമ്മുടെ ദേശീയ മരം ഏതായിരിക്കും? ഗർഖദായിരിക്കും. എല്ലായിടത്തും വെച്ച് പിടിപ്പിച്ചിരുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹിൻ്റെ ഹദീസ് ജൂതന്മാർക്കറിയാം. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹു എന്നല്ലേ? സ്വന്തം മക്കൾ അറിയുന്നത് പോലെ ജൂതന്മാർക്കറിയാം. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ രക്ഷ എവിടെ കിട്ടുള്ളൂ? നമുക്ക് ഗർഖദിലേ കിട്ടുള്ളൂ എന്ന് ആർക്കറിയാം? ജൂതന്മാർ ഹദീസ് സ്വീകരിക്കുന്നുണ്ട്, നമ്മൾ ചവിട്ടുക. ജൂതന്മാർ റസൂലുള്ളാഹിൻ്റെ ഹദീസ് ഓൾക്ക് പറ്റിയതൊക്കെ എടുത്തിട്ട്, കാരണം ഓൾക്ക് അവിടെ അറിയാതെ ഹക്കാണെന്നുള്ളത്, നബി വെറുതെ അറിയില്ല എന്നുള്ളത്. അതുകൊണ്ട് ഓല് ഹദീസ് സ്വീകരിക്കുക. അതിനുശേഷം റസൂലുള്ളാഹി പറയണം, അതിനുശേഷം സമാധാനമായിരിക്കും ഭൂമിയിലുണ്ടാകും. ദജ്ജാൽ നശിപ്പിച്ചതിന് ശേഷം പൂർണ്ണമായും സമാധാനമായിരിക്കും ഉണ്ടാവുക. പിന്നെ എത്രത്തോളം ചോദിച്ചാൽ, ഹത്താ തർത്തഉൽ അസദു മഅൽ ഇബിലി വന്നിമാർ മഅൽ ബഖരി, കാട്ടിൽ സിംഹങ്ങളോ, സിംഹം തറ വന്യജീവിയാണല്ലോ, ആ സിംഹങ്ങൾ ചെറിയ ചെറിയ മാനിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കും. വയൽഅബു സുബിയാൻ ബിൽ ഹയ്യാത്ത്, ചെറിയ കുട്ടികൾ പാമ്പിൻ്റെ ഒപ്പം ഇങ്ങനെ കളിക്കും. നമ്മൾക്ക് പാമ്പറിന് വീടില്ല, നമുക്കങ്ങനെ വീടില്ല, പിന്നെ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ അന്ന് സമാധാന ഭൂമിയിൽ ഒരു കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഒരു ശത്രുതയോ ഉണ്ടാവുകയില്ല. ജീവികൾക്കിടയിലും ഉണ്ടാവില്ല, മനുഷ്യന്മാർക്കും ജീവികൾക്കിടയിലും ഉണ്ടാവില്ല, മനുഷ്യന്മാർക്ക് തമ്മിലും ഉണ്ടാവില്ല. നമ്മൾ ആലോചിച്ച് നോക്കാം. അങ്ങനെയും അള്ളാഹ്ക്ക് ഇപ്പോൾ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറാണ്. അതൊക്കെ അതിൻ്റെ ഒരു അലാമത്ത് നമുക്ക് കാണിച്ചു തരികയാണ്. ഇതൊന്നും അസംഭവ്യമല്ല. ചെറിയ കുഞ്ഞുങ്ങൾ ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞതാണ്. മാത്രമല്ല, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈസാ നബി എന്ത് ചെയ്യും? ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകും. അങ്ങനെ പിന്നെ ഹജ്ജ് നിർവഹിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിന് ശേഷമാണ് യഅജൂജ് മഅജൂജിൻ്റെ ഫിത്ന വരിക. ആര്? അല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ പറഞ്ഞല്ലോ, അഹ്ലു കിതാബിൽപ്പെട്ടവർക്ക് വിശ്വാസികളായിട്ടുണ്ടാവും. അന്ന് മുഅ്മിനീങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഭൂമിയിൽ. ആ സന്ദർഭത്തിലാണ് യഅജൂജ് മഅജൂജിൻ്റെ ഫിത്ന വരിക. യഅജൂജ് മഅജൂജ് വന്നിട്ട് എന്ത് ചെയ്യും? മൊത്തം ഭൂമിയിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അത് അള്ളാഹ് അവിടെ മതിൽ കെട്ടി തടഞ്ഞു വെച്ചാണ്. സൂറത്ത് കാഫിറുണ്ടല്ലോ, ആ മതിൽ അവർ പൊടിച്ച് രംഗത്ത് വരും. അതിനുശേഷം അവരും പിന്നെ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും മുഅ്മിനീങ്ങളെയും കൊന്ന് തീർക്കും. ഈസാ നബിയും കുറച്ച് മുഅ്മിനീങ്ങളും തൂരി സീനാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അഭയം പിന്നെ പ്രാപിക്കും. ആലോചിച്ച് നോക്കണം, ഒരു പ്രവാചകനാണ് ഈസാ നബി, ഒരു നബിയാണ്. കാരണം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു ശത്രുവിൻ്റെ സമയം പറഞ്ഞിട്ടോ, ശത്രുവിന് നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ ശക്തരല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതും ചെയ്യാൻ പാടില്ല. ചില പിന്നെ അവിവേകികളുണ്ടല്ലോ, എന്താ നമുക്ക് കണ്ട് ബോംബിട്ടാൽ എന്താണ് സൗദി എന്താ നോക്കിക്കണം, അങ്ങോട്ട് നോക്കിക്കുന്നത് എന്താ ഈസാ നബി നോക്കിക്കണത് ചോദിക്കാൻ പറ്റുമോ? ഈസാ നബി മുഅ്മിനീങ്ങൾ എന്ന വിരയുടെ യുദ്ധം ചെയ്യുന്നല്ല. കാരണം യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധം ശത്രു എന്താണ്? ശക്തനാണ്. അപ്പോൾ വേഗം അഭയസ്ഥാനത്തേക്ക് പോകാം. അങ്ങനെ അവർ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും കൊന്ന് അവർ പറയും, ഹദീസിൽ കാണാം, ഖതൽന അഹ്ലൽ അർളി, ഞാൻ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെ ഞങ്ങൾ ആകാശത്തുള്ളയും കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശത്തേക്ക് അമ്പ് തിരിച്ചു വരുമ്പോൾ ചോര ഉണ്ടാവും. ഇതൊക്കെ ഹദീസിലാണ്. തിരിച്ചു വരുമ്പോൾ സന്ദർഭത്തിൽ എന്തുണ്ടാവും? ചോരയായ അമ്പുമായിട്ടാണ് ആ അമ്പ് തിരിച്ചു വരിക. അങ്ങനെ ഈസാ നബിയെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ഈസാ നബി പ്രാർത്ഥിക്കും മുഅ്മിനീങ്ങൾ. അങ്ങനെ അവർക്ക് ഈ കഴുത്തിൽ ഒരു പുഴുവിനെ കൊടുക്കുന്ന രോഗം കൊടുക്കുന്ന, ഈ കഴുത്ത് ചീഞ്ഞ് ഇവിടുന്നൊരു പുഴു പുറത്തേക്ക് വരും. അങ്ങനെ ഒരു മുഴുവനും പിന്നെ മരണപ്പെടുകയും അല്ലല്ല, യജൂജ് മജൂജ് എന്ന് പറഞ്ഞാൽ അതൊരു പരമ്പരയാണ്, കുടുംബമാണ്. ആ മനുഷ്യവർഗത്തിൽപ്പെട്ട ആൾക്കാരനെ. അതിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതെവിടെയാണെന്ന് നമുക്കറിയില്ല. ഭൂമിയിലുണ്ട്, ഖുറാനിലുണ്ട്, മനസ്സിലല്ലേ? അപ്പം അത് ചില ആൾക്കാർ പറയും അപ്പോൾ ഗൂഗിൾ സെർച്ച് ഒക്കെ കിട്ടൂല. മനുഷ്യവർഗത്തിലുണ്ട്, അതിൻ്റെ പിന്നെ സന്ധിയിൽപ്പെട്ട തന്നെ.
ഇല്ല. അതായത് ഈസാ നബി പറഞ്ഞത് വെച്ചാൽ റസൂൽ പറഞ്ഞത് ഒരു യജൂജ് മജൂജ് മരിക്കുന്നതിന് മുമ്പ് അവന് 1000 കുഞ്ഞുങ്ങളിങ്ങനെ ഉണ്ടാവുന്ന അള്ളാഹ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അത്രയും വലിയ ജനസംഖ്യയാണ് ഉണ്ടാകുക. ആ ഒരു ഭൂമിയിലുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞു. പക്ഷെ എവിടെ നമുക്കത് അറിയില്ല. ഭൂമിയിലെല്ലാം നമ്മൾ കണ്ടെത്തണം. ഇപ്പം ചില ഫ്ലൈറ്റൊക്കെ മിസ്സാറുണ്ടല്ലോ, എത്ര റഡാറോ സംവിധാനം കൊണ്ട് കാണുന്നുണ്ടോ? കാണില്ലല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ചിലത് നമ്മളൊന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവും. ഇവിടെയൊക്കെ പല ആളുകളിൽ നമുക്ക് കാണുന്നുണ്ടോ? നമ്മൾ ജിന്നും മൽക്കുന്ന എല്ലാത്തിനും എത്ര ജീവജാലങ്ങളോടെ ഉണ്ട്, സൂക്ഷ്മജീവികളില്ലേ, നമ്മൾ കാണുന്നുണ്ടോ? ജിന്നും മൽക്ക് മാത്രമല്ല നമ്മൾ കാണാത്ത, വേറെയും കാണുന്നില്ലല്ലോ. അതുപോലെ ചില സന്ദർഭത്തിൽ അള്ളാഹ് മറച്ചു വെച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അതൊന്നും നിഷേധിക്കണമെന്ന് വെച്ചാൽ ഒക്കെ നിഷേധിക്കണം എന്ന് വെച്ചാൽ അള്ളാഹ് നിഷേധിച്ചൂടെ? അപ്പം യജൂജ് മാജൂജ് വരും. അങ്ങനെ അവർ പിന്നെ കഴുത്തിൽ രോഗമായിട്ട് അവർ ഒന്നാകെ ചത്ത് ഒടുങ്ങും. ഭൂമി നിറയെ അവർ മയ്യത്തായിരിക്കും. ഭൂമിക്ക് ഇറങ്ങാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ അയച്ച് ദൂര സ്ഥലത്തേക്ക് പിന്നെ അവരെ മയ്യത്തുകൾ കൊണ്ടുപോയിട്ട് മഴ ഇറക്കി ഭൂമി എന്ത് ചെയ്യും? വൃത്തിയാക്കി. അങ്ങനെ അതിന് ശേഷം കുറച്ച് മുഅ്മിനീങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മുഅ്മിനീങ്ങൾ പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫയംകുഥു ഫിൽ അർദ് 40 സന, എന്നിട്ട് 40 വർഷം അവർ ഈസാ നബി മൊത്തം കാലം ജീവിക്കുക. അത് ജീവിച്ചതിന് ശേഷം പിന്നെ എന്തു ചെയ്യും? സുമ്മ യുത്തവഫ, അദ്ദേഹം മരിക്കും. ഫയുസല്ലി അലൈഹിൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഖബറ് എവിടെയാണെന്ന കാര്യത്തിൽ ചില തർക്കങ്ങളുണ്ട്. എന്നാലും ചില സൂചനകൾ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുത്തായിരിക്കും അദ്ദേഹത്തിൻ്റെ. മദീനയിൽ തന്നെ പ്രവാചകൻ്റെ ഖബറിനോട് ചാരിയായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബറ് പിന്നെ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഈസാ നബിക്ക് മാത്രം, റസൂലുള്ളാഹിക്ക് ഈസാ നബിക്ക് മാത്രമുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്ന് ഇതെന്തിനാണ് ഈസാ നബിക്ക് മാത്രം? കാരണം ഈസാ നബിയെക്കുറിച്ചാണ് ലോകത്തെ ഏറ്റവും വലിയ നുണ പ്രചരിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഈസാ നബിനെ പറ്റിയുള്ള പറഞ്ഞ നുണ പൊളിക്കാനാണ് എന്ത് ചെയ്ത് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത്, മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട ഒരു വ്യക്തി മണ്ണിലേക്ക് തന്നെ എന്ത് ചെയ്യണം? മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും. മനസ്സിലല്ലേ? മണ്ണിലേക്ക് തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരണം. മാത്രവുമല്ല, പിന്നെ അവർ ഈസാ നബി അവർ കൊന്നിരിക്കുന്നു എന്ന് പറയുന്ന അവരുടെ വാദം പൊളിക്കുക കൂടി ഇതിൻ്റെ എന്തുണ്ട്? ലക്ഷ്യം ഉണ്ട്. മറ്റൊരു ചില റിവായത്തിൽ കാണാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഈ ഉമ്മത്തിൻ്റെ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ ശ്രേഷ്ഠതകൾ തൗറാത്തിലും ഇഞ്ചീലുണ്ടല്ലോ. ഈ ഉമ്മത്ത് റസൂലുള്ളാഹിൻ്റെയും ഈ സഹാബത്തിൻ്റെയൊക്കെ ശ്രേഷ്ഠതകൾ തൗറാത്തിലും ഇഞ്ചീലും കണ്ട ഈസാ നബി എന്ത് ചെയ്തു? പടച്ചോനെ, ആ ഉമ്മത്തിൽ എനിക്കൊരു മെമ്പർഷിപ്പ് തരണേ എന്നെന്ത് ചെയ്യൂ? പ്രാർത്ഥിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഒരു ഈ ഉമ്മത്തിൻ്റെ പെട്ട ആളുകളുടെ ഒരു ഫളെത്രയാണ്. നമുക്ക് വല്ല നമ്മൾ മാപ്പിളാറിന് നടക്കല്ലാതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ മെമ്പറാകാൻ കുതിച്ച ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത്. ആ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് കൂടിയാണ് ഈ ഉമ്മത്തിലൊരു ഹാക്കിമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിൻ്റെ അനുയായി. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് തൗറാത്തിൻ്റെ ഹുക്കുമൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല, റസൂലുള്ളാഹിൻ്റെ ഈ ശരീഅത്തിനെ നടപ്പിലാക്കുക. മനസ്സിലല്ലേ? അത് ഈ ഉമ്മത്തിലൊരു മെമ്പറായിക്കൊണ്ട് മരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ നിറവേറ്റി കൊടുത്തതാണ് എന്നും ചില തഫ്സീറുകളും അതുപോലെ തന്നെ ഹദീസിൻ്റെ ശറഹുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ. ഈസാ നബിയെ സംബന്ധിച്ച് വിവാഹത്തെ സംബന്ധിച്ചൊന്നും അവിടെ വന്നതായിട്ടെൻ്റെ ശ്രദ്ധയിലില്ല. അപ്പം ഇത് പിന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈസാ നബി ഈ ഒരു ഖാദിയാനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഓൻ ആദ്യം പറയും ഈസാ നബി മരിച്ചിട്ടുണ്ട്, ഈസാ നബിൻ്റെ ഖബറോടെ കാശ്മീരിലുണ്ടെന്ന് അറിയാം. കാശ്മീർ വർത്തമാന പത്രം ഉണ്ടായിരുന്നു നമ്മുടെ ഒരിടെ. ആ വർത്തമാന പത്രത്തിൽ പണ്ടൊരു ന്യൂസ് വന്നിരുന്നു. ആ ന്യൂസ് ഞാൻ അന്ന് എഴുത്തിച്ച് ഇപ്പോഴെടുത്തല്ല. അതായത് ഈസാ നബിയുടെ ഖബർ പിന്നെ കാശ്മീരിലുണ്ടെന്ന് പറയുന്നു പറഞ്ഞിട്ട് എന്തോ ഒരു ന്യൂസാണ്. പിന്നെ ആ ന്യൂസ് കോഴിക്കോട് കാദിയാനി പള്ളിയുടെ മുമ്പിൽ ഫ്ലക്സായി വെച്ചിരുന്നു. ഓർമ്മ ഉണ്ടായിരുന്നില്ല? അതിന് മുമ്പ് ഫ്ലക്സായി. എന്ന് പറഞ്ഞാൽ ഓർക്ക് ഏറ്റവും വലിയ തെളിവാണ്. ഈസാ നബിൻ്റെ ഖബർ എവിടെ ഉണ്ടെന്ന് അറിയാം? കാശ്മീർ. ഈസാ നബിൻ്റെ ഖബർ എവിടെയില്ല, കാശ്മീരിലില്ല, പിന്നെ എവിടെയില്ല. അത് ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
നമുക്ക് മുകളിൽ ഉപരി ലോകത്താണുള്ളത്. അത് വരും ഇൻഷാ അല്ലാഹ്. അപ്പം അതിന് വരുമ്പോൾ തിരിച്ചറിയും, മുഅ്മിനീങ്ങൾ തിരിച്ചറിയും, ഈ പറയുന്ന അടയാളങ്ങളൊക്കെ തിരിച്ചറിയും, മഹ്ദി ഇമാമിനെ തിരിച്ചറിയും. അപ്പം അതിന് നമ്മൾ മുമ്പ് കുറേ കള്ള ദജ്ജാലുകളും അതുപോലെ തന്നെ മഹ്ദിമാരും എന്ത് ചെയ്യാണ്ട് വരാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കാതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.